ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ശ്രീലകം. ഇന്നൊരു വെറൈറ്റി ചട്നി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്താണെന്നല്ലേ, മത്തങ്ങ കൊണ്ട് ഒരു ചമ്മന്തി. ചോറിൻ്റെ കൂടെയും ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുക. ഇത് വളരെ നല്ലതാണ്. ചമ്മന്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മത്തങ്ങയുടെ ഒരു കഷ്ണം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഈ ഒരു കഷ്ണം കൊണ്ട് ഞാൻ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അത് ചമ്മന്തി ഉണ്ടാക്കുന്ന മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മത്തങ്ങയിലെ അരിയൊക്കെ മാറ്റി കഷ്ണങ്ങളൊക്കെ എരിശ്ശേരിക്ക് അരിഞ്ഞതിന് ശേഷം ബാക്കി വന്ന ഈ മാംസളമായ ഈ ഭാഗം ഉപയോഗിച്ചാണ് ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞെടുത്ത് വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. ഇതൊന്ന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് ഇനി നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടുതലായി കഴിക്കും, അപ്പോൾ 1/2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ 1 സ്പൂൺ മുളക് പൊടി. അതിനുശേഷം കുറച്ച് കായം, സ്വല്പം ഇട്ടാൽ മതി. നമുക്ക് എത്ര കായം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കായം. പിന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ അതും അതിൻ്റെ കൂടെ ഇടുക. ഇത് ഉപ്പിട്ട് വേവിച്ചായതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ ആ തേങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് ഒരു സ്വല്പം പുളി നമുക്ക് എത്ര ആവശ്യമുണ്ടോ പുളി അതനുസരിച്ച് പുളിയിട്ട് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരിക. ഈ രീതി മത്തങ്ങ ചമ്മന്തി നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിക്കണേ എന്നെ.